ഇന്ന് നിങ്ങൾ ഒരുമിച്ച് ഒരു പാട്ട് പാടുവാൻ ആഗ്രഹിക്കുവാനുള്ള കാരണം 2016 ഓഗസ്റ്റ് മാസം 20-ാം തീയതി ഇതേ സമയം ഞാൻ ഓപ്പറേഷൻ ടേബിളിലാണ്. അന്ന് രാവിലെ 5:30 ഞങ്ങളെ വിളിച്ചുണർത്തി CMC ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുന്നു. ഉച്ചയ്ക്ക് 2:30 ആയപ്പോഴാണ് സർജറിക്ക് വേണ്ടി കയറ്റിയത്. അതിനുശേഷം കുറച്ച് സമയം ആ തിയേറ്ററിനുള്ളിൽ ചെന്നപ്പോൾ എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു. പിന്നീടുള്ളതൊന്നും ഒരു ഓർമ്മയുമില്ല. കാരണം അവർ പറഞ്ഞു വെച്ചാൽ ഇതൊന്ന് മൂക്കിലേക്കൊന്ന് വലിച്ച് എന്ന് പറഞ്ഞത് മാത്രം എനിക്കറിയാം. എന്നാൽ അന്ന് 18 മണിക്കൂർ നീണ്ടു നിൽക്കുന്നതായ ഒരു സർജറി ദൈവത്തിൻ്റെതായ കരമുണ്ടായിരുന്നുവെന്നും എന്നെ ശുശ്രൂഷിച്ചതായ എന്നെ സർജറി ചെയ്തതായ ഡോക്ടർ പ്രകാരം പറഞ്ഞു. ഡോക്ടർ ഫിലിപ്പ് ജോസഫ് സാർ എൻ്റെ അടുത്ത് പറഞ്ഞത് പ്രകാരമാണ്, അച്ഛൻ ഞാൻ 100 കണക്കിന് സർജറി ചെയ്തിട്ടുണ്ട്. എന്നാൽ അച്ഛൻ്റെ സർജറി ചെയ്തപ്പോൾ എന്തെന്നില്ലാത്ത ദൈവകൃപ ഞങ്ങൾ അനുഭവിച്ചു. വേറെ ആരുടെയുമല്ല, അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സഭയുണ്ടായതുകൊണ്ട് സഭാ വിശ്വാസികളല്ലാത്തവർ പോലും 100 കണക്കിന് പേര് ഈ സമയത്ത് അച്ഛന് വേണ്ടി പ്രാർത്ഥിച്ചത് കൊണ്ടാണ് നിങ്ങളൊന്നുമില്ലാത്ത ദൈവകൃപ അനുഭവിച്ചത്. CMCയിൽ ഞാൻ 2 വർഷക്കാലം, അതിനുശേഷം മെത്രാപ്പോലീത്ത തിരുമേനി അന്ന് എന്നെ ഇവിടെ ആക്കി. എന്നാൽ ആ നാടുകളിൽ ഏകദേശം 15 പേരെ പ്രാർത്ഥിച്ചയക്കുവാൻ ദൈവം നമ്പുരാൻ ഇടയാക്കി യുവർ ട്രാൻസ്പ്ലാന്റിന് വേണ്ടി. എന്നാൽ അതിൽ 5 പേർ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്ന കാഴ്ചയും ഞാൻ കണ്ടിട്ടാണ് CMCയിൽ നിന്ന് തിരിച്ച് ഞാൻ നാട്ടിലേക്ക് വന്നത്. അതുകൊണ്ട് അവരെക്കാൾ ശ്രേഷ്ഠരാണെന്നല്ല ഞാൻ പറയുന്നത്. ദൈവം നമ്പുരാൻ ചില ശുശ്രൂഷകൾക്ക് വേണ്ടി കുറച്ച് നാളുകൂടെയൊക്കെ നീട്ടിയതായി മാത്രമാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് അന്ന് രാത്രിയിൽ സർജറി നടത്തിയ ഡോക്ടർ പറയുകയാണ്, അച്ഛന് ലിവർ കിട്ടിയത് തമിഴ്നാട്ടിലെ ഒരാടെയാണ്, മരണാനന്തര അവയവമാണ് എനിക്ക് കിട്ടിയത്. മരണത്തിന് ശേഷം സ്വമനസാൽ നൽകിയതായ ലിവറാണ് എന്നിൽ ഉണ്ടായത്. ഡോക്ടർ പറയുകയാണ്, സർജറി ചെയ്ത് അത് തുന്നിച്ചേർത്ത് 4 മണിക്കൂറുകൾ കഴിയുമ്പോൾ വെച്ച ലിവർ ആക്റ്റീവായി. കാരണം വേറൊന്നുമല്ല, ദൈവത്താൽ കഴിയാത്തത് ഒന്നുമില്ല. അത് ആക്റ്റീവ് ആയിരുന്നില്ല എങ്കിൽ അതിനർത്ഥം ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടുക എന്നുള്ളതാണ്. നമ്മുടെ ഭവനത്തിന്റെ അങ്കണത്തിൽ ഒരു പക്ഷേ മൊബൈൽ മോർച്ചറിയിൽ കിടക്കേണ്ടതായ ജീവിതത്തിന് 8 വർഷങ്ങൾക്ക് ശേഷം ഇവിടെ നിന്ന് വിശ്വാസ സമൂഹത്തോട് പറയുവാൻ ആഗ്രഹിക്കുന്നു, ദൈവത്താൽ കഴിയാത്തതായി ഒന്നുമില്ല. ഹല്ലേലൂയ. ദൈവത്താൽ കഴിയാത്തതായി ഒന്നുമില്ല. അതുകൊണ്ട് ദൈവസന്നിധിയിൽ ഉന്നയിപ്പെടുവാൻ കൂടിയാണ് ഈ ശുശ്രൂഷ. അല്ലാതെ ആരെയും കാണിക്കുവാനോ നാട്ടുകാരുടെ വെടിവെടിക്കാനോ അല്ല. ദൈവസന്നിധിയിൽ ദൈവം നടത്തിയത് ഓർത്ത് നന്ദി പറയുവാൻ വേണ്ടിയില്ല. അതുകൊണ്ട് ഈ സ്തോത്ര ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന നിങ്ങൾ എനിക്ക് വേണ്ടി കഴിഞ്ഞ ആളുകൾ പ്രാർത്ഥിച്ചത്. അതുകൊണ്ട് ദൈവം ഇന്ന് ഞങ്ങളെ നിർത്തിയിരിക്കുന്നു. ഈ എണ്ണമില്ലാത്തതായ നന്മകൾ നൽകിയ ദൈവത്തിന് ഒരുമിച്ച് നന്ദി സ്തുതി സ്തോത്രയാങ്ങൾ അർപ്പിക്കുന്ന ഗാനമാണ് ഞങ്ങൾ പാടുവാനായിട്ട് ആഗ്രഹിക്കുന്നത്.